my dears, welcome to View to Learn. Today we are going to see structuralism and the reference is taken from M.H. Abraham's book. So let us see the introduction. Structuralism is developed in 20th century in France. Claude Lévi, Strauss, Roland Barthes are the prominent figure of this structuralism. Prominent figures ആയിട്ട് അറിയപ്പെടുന്ന ഇവർ മൂന്ന് പേരുമാണെങ്കിലും സ്ട്രക്ചറലിസത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഫെർഡിനൻഡ് ഡി സാഷ്യൂർ ആണ്. HSIന്റെ സിലബസിലെ നാച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഫെർഡിനൻഡ് ഡി സാഷ്യൂറിന്റെ സൈൻ സിഗ്നിഫയർ സിഗ്നിഫൈഡ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസത്തെ കുറിച്ചും വിശദീകരിക്കുന്നത്. കാരണം സ്ട്രക്ചറലിസത്തിന്റെ ഏറ്റവും വലിയ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഫെർഡിനൻഡ് ഡി സാഷ്യൂർ ആണ്. അതായത് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. 19th century linguistic scholars were interested in the diachronic study of language. ഫെർഡിനൻഡ് ഡി സാഷ്യൂറിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം വരെ എല്ലാവരും ഡൈക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. So let us see what the difference made by Ferdinand de Saussure. So he gave importance to the synchronic study, that means the grammatical structure and meaning. സൈൻസ് സിഗ്നിഫയർ സിഗ്നിഫൈഡ് എന്നുള്ള ആ ഭാഗത്തിൽ നമ്മൾ സൈനിനെ കുറിച്ചും അതിന് കൊടുക്കുന്ന മീനിങ്സ് എങ്ങനെയാണ് എന്നും കണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്ത് വെച്ച് അത് കണ്ടതിന് ശേഷം ഈ സ്ട്രക്ചറലിസം കാണുന്നത് കൂടുതൽ ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അതേ കാര്യം ഇനിയും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. സോ ഇദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനും മീനിങ്സിനുമാണ്. അത് ആ സ്ട്രക്ചറലിസം എന്ന വാക്കിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഘടനയ്ക്കാണ് ഇവർ പ്രാധാന്യം കൊടുത്തത്. ഇവിടെ നമ്മൾ പറയുന്നത് ലിറ്ററേച്ചർ ബേസിലായതുകൊണ്ട് ലിറ്ററേച്ചറിലെ ഘടനയ്ക്കാണ് ഇവർ പ്രാധാന്യം കൊടുത്തത്. ലിറ്ററേച്ചറിലെ ഘടന എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു സെമിയോട്ടിക്സ്, ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇവർ പ്രാധാന്യം നൽകിയത്. ഡിഫറെൻ്റ് ഐഡിയോളജി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനു മുന്നേ, അതായത് ഇത്രയും കാലം വരെ അവർ ഫോളോ ചെയ്തിരുന്നത് വ്യത്യസ്തമായ ഒരു ചിന്തയായിരുന്നു. അതായത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് ഫെർഡിനൻഡ് ഡി സാഷ്യൂറിന് ശേഷവും അതിനു മുൻപും രണ്ട് വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ആളുകൾ ഓരോ വർക്കും വായിച്ചതും വിശദീകരിച്ചതും മനസ്സിലാക്കിയതും. വർക്ക്സ് ടേൺസ് ടു ടെക്സ്റ്റ്. പണ്ട് നമ്മൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു കൃതിയെ വെറും വർക്കായിട്ടാണ് നമ്മൾ കണ്ടത്. ഓൾറെഡി എഴുതി വെച്ചതാണ്, ഇനി അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഓത്തറിനായിരുന്നു പ്രാധാന്യം. എന്നാൽ പിന്നീട് അത് ടെക്സ്റ്റ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നു. അത് വെറും ഒരു വർക്ക് അല്ല, അത് ഒരു ടെക്സ്റ്റ് ആണ്. അതായത് അത് ഓപ്പൺ എൻഡഡ് ആണ്. ക്രിറ്റിസിസവും നമ്മുടെ സ്വന്തം വ്യൂ പോയിന്റ്സിനും ഒക്കെ പ്രാധാന്യം വന്നു ആ ഒരു സമയമായപ്പോഴത്തേക്കും. ഇതുവരെ ഒരാൾ എഴുതി വെച്ചതിനെ നമ്മൾ അങ്ങനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു, അത് വായിക്കുന്നു. അയാൾ എന്താണോ അതിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത് അതിനെ തന്നെ നമ്മൾ ഏറെക്കുറെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ കവിത നമ്മൾ വായിക്കുകയാണ്. കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന ആ ഒരു ഐഡിയ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. എന്നാൽ അതിനെ നമ്മളൊരു ടെക്സ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞ ആ ഒരു കാലത്ത്, അതായത് സ്ട്രക്ചറലിസത്തിൻ്റെ വരവോട് കൂടി ഒരു പോയം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടേതായ ഭാവനയിൽ അതിനെ വിശദീകരിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു. സ്ട്രക്ചറലിസത്തിൽ എന്നും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫെർഡിനൻഡ് ഡി സാഷ്യൂറിനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എപ്പിസ്റ്റീം, ലാംഗ്വേജ് ഫോളോസ് എ സ്ട്രക്ചർ, സൈൻ, ആർബിട്രറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, ബൈനറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. സോ 3 തൊട്ട് 5 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ടേംസ് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് സ്ട്രക്ചറലിസം എന്നൊരു ടോപ്പിക്ക് നമുക്ക് തന്നിരിക്കുന്നത്. സോ നൗ ലെറ്റ് us see what is meant by episteme. Unit of knowledge is construct of language. In order to gain knowledge, need to know language. എപ്പിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതായത് ഒരു നോളജ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യം
എന്ത് വേണം? ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ഈ ലോക കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും പോലും നമുക്ക് കഴിയുകയുള്ളൂ. In order to gain knowledge, need to know language. For example, the concept of father. Father എന്ന് പറയുന്നത് അച്ഛൻ. നമ്മളിങ്ങനെ പറഞ്ഞു പഠിക്കുന്നു, ഇതെൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് ഇന്ന ഇന്ന ക്വാളിറ്റീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് നമുക്കറിഞ്ഞാലേ അച്ഛൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പോലും, ആ ഒരു ഐഡിയ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് അച്ഛൻ ആരാണ്, അച്ഛൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അച്ഛൻ്റെ ക്വാളിറ്റീസ് എന്ന് കുട്ടിക്ക് നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിക്ക് മനസ്സിലാക്കണമെങ്കിൽ കുട്ടിക്ക് ലാംഗ്വേജ് അറിയണം, അല്ലേ? അപ്പോൾ എന്തൊരു ചെറിയ കാര്യമായിക്കോട്ടെ, എത്ര വലിയ കാര്യമായിക്കോട്ടെ, എന്തും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഫെർഡിനാൻഡ് ഡി സാഷറിന്റെ ഈ എപ്പിസ്റ്റം എന്ന ആ ഒരു കൺസെപ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ് ഫോളോസ് എ സ്ട്രക്ചർ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി പറഞ്ഞ പോയിന്റ്. ലാംഗ്വേജിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഇന്ന ഇന്ന സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ലാംഗ്വേജ് പ്രയോഗിക്കാനും അത് കവിതയിലാണേലും ഒരു വർക്ക് ഓഫ് ആർട്ടിലാണേലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സംസാര രീതിയിലാണെങ്കിൽ പോലും ഭാഷ എന്ന് പറയുന്നതിന് ഒരു ഘടനയുണ്ട് എന്നാണ് ലാംഗ്വേജ് ഫോളോസ് എ സ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ പിന്നെ ഞാൻ പറഞ്ഞു സൈനും പിന്നെ ആർബിട്രറിനെസ് ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡും റിലേഷൻ, ബൈനറി റിലേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അത് ഒന്ന് കേൾക്കുക, അതിനുശേഷം ഈ ഭാഗത്തേക്ക് പോവുക. ഇത്രയും നേരം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഇത് പറഞ്ഞത്. അതായത് സ്ട്രക്ചറലിസത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം വിശദമാക്കിയത്. ഇനിയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞ പോലെ MH അബ്രാംസിൻ്റെ ആ ബുക്കിൽ നിന്ന് തന്നെ ഡിസ്കഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ലിറ്റററി തിയറീസ് സിൻസ് അരിസ്റ്റോട്ടിൽ ഹാവ് എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചർ conceived in diverse ways in analyzing a work of literature. സോ ഇത് പണ്ട് മുതൽക്കേ, ഈ ഒരു കാലത്ത് മാത്രമല്ല സ്ട്രക്ചറിന് പ്രാധാന്യം വന്നത്. നമുക്കറിയാം പണ്ട് ഗ്രീസിൽ, അതായത് നമ്മുടെ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട് സ്ട്രക്ചറലിസത്തെ കുറിച്ച്. അതായത് എങ്ങനെയായിരിക്കണം ഒരു ട്രാജഡി എന്നതിൻ്റെ സ്ട്രക്ചർ ആദ്യമായി നമുക്ക് വിശദീകരിച്ച് തന്നത് അരിസ്റ്റോട്ടിലാണ്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ MH അബ്രാം അദ്ദേഹത്തിൻ്റെ ബുക്കിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. Structuralist criticism, however, now designates the practice of critics who analyze literature on the explicit model of structuralist linguistics. So, സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറിൽ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ക്ലാസ് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് റഷ്യൻ ഫോർമലിസ്റ്റ്, എസ്പെഷ്യലി റോമൻ ജാക്കോബ്സൺ, who consists most prominently of a group of writers with their headquarters in Paris, who apply to literature the concept and analytic distinction developed by Ferdinand de Saussure in his course in general linguistics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു റഷ്യൻ ഫോർമലിസ്റ്റും അവരും ഫോമിനാണ്, ആ സ്ട്രക്ചറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ? ഗ്രാമാറ്റിക്കൽ ഏരിയാസിനൊക്കെയാണ് അവരും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ റോമൻ ജാക്കോബ്സനും ഇതിൽ, അതായത് ഈ സ്ട്രക്ചറലിസത്തോട് ഒരു ചായ്വുണ്ട്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറലിസം എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഫെർഡിനാൻഡ് ഡി സാഷ്യൂറിൻ്റെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുമാണ്. 1915 അത് രചിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഡിസ്ക്രിപ്ഷനുണ്ട്, പഴയ ക്ലാസ് കാണുക എന്ന്. അതിനകത്തുള്ള ഒരു ഭാഗമാണ് ഈ സൈൻ എന്നുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദ പ്രൈമറി ഇൻട്രസ്റ്റ് ഓഫ് ദ സ്ട്രക്ചറലിസ്റ്റ്, ലൈക്ക് ദാറ്റ് ഓഫ് സാഷ്യൂർ, is not in the cultural parole but in the lang, that is not in any particular cultural phenomenon or even except as it provides access to the structure, features and the rules of general system that engenders its significance. As Jonathan Culler puts in his lucid exposition, the aim of structuralist criticism is
to construct a poetics which stands to literature as linguistics stands to language. നമ്മൾ നാച്ചുറൽ ഓഫ് ലിംഗ്വിസ്റ്റിക് സയൻസിനകത്ത് കണ്ടായിരുന്നു എന്താണ് ലാങ്, എന്താണ് പരോൾ എന്നല്ലേ. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോപ്പർ ലാംഗ്വേജ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് ഗ്രാമാറ്റിക്കൽ പാർട്ടെല്ലാം നോക്കിക്കൊണ്ടുള്ള ആ ഒരു ശരിക്കുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ ലാങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരോൾ എന്നാൽ എന്തായിരുന്നു? ഇൻഡിവിജ്വൽ വെറൈറ്റി ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഞാനും നിങ്ങളും ഒക്കെ പ്രയോഗിക്കുന്ന മലയാളം എന്നതിൻ്റെ ആ ഒരു വെറൈറ്റീനെയാണ് നമ്മൾ പരോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലാങ്ങിനാണ്, അതായത് അതിൻ്റെ സ്ട്രക്ചറിനാണ്, ഇൻഡിവിജ്വൽ വെറൈറ്റിക്കല്ല. അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെഫറൻസിനല്ല അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കൂടുതലും ഗ്രാമാറ്റിക്കൽ ഏരിയയ്ക്കും അതുപോലെ അതിൻ്റെ സ്ട്രക്ചറിനുമൊക്കെയാണ്. ദ എയിം ഓഫ് ക്ലാസിക് ലിറ്റററി സ്ട്രക്ചറലിസം അക്കോർഡിംഗ്ലി ഈസ് നോട്ട് ടു provide interpretations of an individual text, but to make explicit in a quasi-scientific way the tacit grammar that governs the forms and meanings of all literary productions. ന്യൂ ക്രിറ്റിസിസം പോലെ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം പോലെ ആ ഒരു ബേസ് ആയിരുന്നില്ല ക്ലാസിക് ലിറ്റററി സ്ട്രക്ചറലിസത്തിന് ഉണ്ടായിരുന്നത്. അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഗ്രാമാറ്റിക്കൽ ഏരിയയ്ക്കും സ്ട്രക്ചറിനുമാണ്. ഒരേ കാര്യം തന്നെയാണ് ഈ റിപ്പീറ്റ് പറയുന്നത്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ എച്ച് അബ്രാമിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം അതിലുള്ള ആ പോയിന്റ്സിനെ ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കാം. സോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരിക. റോളൻ ബാതെ, ജെറാർഡ് ജെനറ്റ്, ജൂലിയ ക്രിസ്റ്റീവ ആൻഡ് Tesfaye Todorov were prominent structuralist critics of literature. സോ എനിക്ക് അതിനകത്ത് വായിച്ചിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയത് ഈ പേരുകളാണ്. ഈ പേരുകൾ ഒന്ന് പഠിച്ചെടുക്കുക. പിന്നെ കൂടുതൽ പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് സ്ട്രക്ചറിനാണ് എന്നും പഠിക്കുക. പിന്നെ ഫെർഡിനാൻഡ് ഡി സാഷറിൻ്റെ പേരും പഠിക്കുക. നമ്മൾ നാച്ചുറൽ ഓഫ് ലിംഗ്വിസ്റ്റിക് സയൻസ് പഠിച്ചതുകൊണ്ട് അതിൽ നിന്നായിരിക്കും ചാൻസ് കൂടുതൽ, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലും അതിൽ നിന്നായിരിക്കും. കാരണം സ്ട്രക്ചറലിസത്തിലും നമ്മളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ വലിയൊരു ടോപ്പിക്കായിട്ട്, ക്രിറ്റിസിസത്തിൻ്റെ ഒരു മെയിൻ ടോപ്പിക്കായിട്ട് നമുക്കത് പഠിക്കാനുണ്ട്. ആൻഡ് ലെറ്റ് us see those writers and their important works. റോളൻ ബാത്തയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ ഡെത്ത് ഓഫ് ദി ഓതർ. രചയിതാവിൻ്റെ മരണം എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് ഇദ്ദേഹം പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലും വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ബുക്കിന് ഇങ്ങനെ ഒരു പേര്. അതായത് അവിടെ എഴുത്തുകാരനേക്കാൾ കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സങ്കല്പമെല്ലാം മരിച്ചു പോകുന്നു, കൂടുതൽ പ്രാധാന്യം റീഡർക്ക് വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് നമുക്ക് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ കാണാം കേട്ടോ. സോ ഇയാളുടെ പേരും, അതായത് ഇത്തരം ആളുകളുടെ ഫെർഡിനാൻഡ് ഡി സാഷർ, റോളൻ ബാതെ, അവരുടെയൊക്കെ പേരുകളും പ്രധാനപ്പെട്ട വർക്കുകളും അതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കുകളും ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാകും എന്ന് ഞാൻ കരുതുന്നു. വാൾഡിമർ പ്രോപ്പ്, ഹിസ് ഫേമസ് വർക്ക് ഈസ് മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ എന്നുള്ളതാണ്. ഇതൊക്കെ ഈ സ്ട്രക്ചറലിസവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വർക്ക്സും റൈറ്റേഴ്സും ആണ് കേട്ടോ. സോ പ്ലീസ് റിമെമ്പർ ദീസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. എന്നത് ഒരു മിമിറ്റിക് ക്രിറ്റിസിസം ആണെന്നോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രസീവ് ക്രിറ്റിസിസം ആണെന്നോ അതുമല്ലെങ്കിൽ റീഡറും റൈറ്ററും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്നോ എന്നൊന്നും നമ്മുടെ സ്ട്രക്ചറലിസ്റ്റ് വിശ്വസിക്കുന്നില്ല. മിമിറ്റിക് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റീനെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പോയട്രി അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പണ്ട് ക്ലാസിക് റൈറ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടി ഇങ്ങ് വന്നപ്പോൾ റൊമാൻറ്റിസിസമായി അവർ പറഞ്ഞു പോയറ്റ് റിയാലിറ്റിയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന്. ഇതിനോടും നമ്മുടെ സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം യോജിക്കുന്നില്ല. അതുപോലെ തന്നെ പോയറ്റും റീഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് പോയട്രി എന്ന് പറയുന്നതിനോടും ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവർ കൂടുതലായും പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ ഘടനയ്ക്കാണ്, സ്ട്രക്ചറിനാണ്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനാണ്. അതിനൊരു വർക്കായിട്ടല്ല, ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് സ്ട്രക്ചറലിസ്റ്റ് കാണുന്നത്. സോ ലെറ്റ് us see the 3 important points of structuralism which is mentioned in that book. In the structuralist view, what had been called a literary work becomes a text.
ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് ആണിത്. That is a mode of writing constituted by a play of component elements according to specifically literary conventions and codes. Second point, the individual author or subject is not assigned any initiative, expressive intentions or design as the origin or producer of the work. Third point, structuralism replaces the author by the reader as the central agency of criticism. So this is the important point of this criticism. ഓതർ എന്നതിനേക്കാൾ ഉപരി അവർ പ്രാധാന്യം കൊടുത്തത് സ്ട്രക്ചറിനാണ്. അതുപോലെ തന്നെ റീഡറിനും ഒരു പരിധി വരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സ്ട്രക്ചറലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്ട്രക്ചറലിസത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞൊരു പാർട്ടും കൂടിയുണ്ട്. അതിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രാധാന്യം റീഡേഴ്സിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ദാറ്റ് വി വിൽ സീ ഇൻ ദ വെരി നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു മൈ ഡിയേഴ്സ്. മൊഡ്യൂൾ ഫോർ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ് എന്നുള്ളത് ഇവിടെ തന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ലിറ്റററി ക്രിറ്റിസിസം എന്ന് കൊടുത്തിട്ട് ഹൈഫൺ ഇട്ടിട്ട് ടേംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനെയൊക്കെ ജസ്റ്റ് ഒരു ടേം ആയി കൺസിഡർ ചെയ്താൽ മതി. അതും എന്തിൻ്റെ ബേസിൽ? എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് എന്നുള്ള MH അബ്രാംസിൻ്റെ ബുക്കിൻ്റെ ബേസിൽ. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും കുറച്ചീച്ചെ പഠിച്ചാൽ മതി, അതായത് അതിൻ്റെ മെയിൻ കണ്ടൻസ് മാത്രം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നു, അത്രയും മാത്രം പഠിച്ചാൽ മതി, ഇത് ഒരുപാട് പഠിക്കാനില്ലേ എന്ന്. അത്രമാത്രം പ്രാധാന്യം നമ്മൾ അതിന് കൊടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് 9 പോർഷൻസ് അല്ലെങ്കിൽ 9 ചാപ്റ്റേഴ്സ് ക്രിറ്റിസിസത്തിൽ നിന്ന് മാത്രം പഠിക്കാനുണ്ട്. ബാക്കിയുള്ളത് ടേംസ് ആയിട്ട് പരിചയപ്പെട്ടാൽ മാത്രം മതിയാകും. So thank you my dears, keep supporting and let's learn together.